വളരെ എലൈറ്റായ ബ്രിഗേഡാണ് 155 മെക്കാനിസ്റ്റ് ബ്രിഗേഡ്. ഇവർ ഫ്രാൻസിൽ പോയി 3 മാസം ഏകദേശം 100 ദിവസത്തിലധികം വളരെ ശക്തമായ പരിശീലനം എടുത്തു. പ്രത്യേകിച്ച് ഈസ്റ്റേൺ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിനു വേണ്ടി നാറ്റോ നിലവാരത്തിൽ അവർ സൃഷ്ടിച്ചെടുത്ത സൈനികരാണ്. ഇവർ ഒറ്റ ദിവസത്തിൽ ഞങ്ങൾക്ക് ഈ യുദ്ധക്കളം വേണ്ട, ഈ യുദ്ധക്കളം വിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നുവെന്ന് യാതൊരു വാക്കും പറയാതെ 1000-ഓളം പേർ അവിടെ കാണാതായി. ഈ 1000 പേർ കാണാതായി എന്നുള്ളതിനെ 2 രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്നാമത്തേത്, ആ യുദ്ധക്കളത്തെ വിട്ട് റഷ്യയുടെ പക്കൽ കീഴടങ്ങുക, അല്ലെങ്കിൽ റഷ്യൻ സൈനികരാൽ കൊല്ലപ്പെടുക. ഇങ്ങനെ ഏതെങ്കിലും പ്രശ്നത്തിൽ അവർ അകപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ അല്ലെങ്കിൽ ഉക്രൈന് വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഉക്രൈനിൽ നിന്നും ഞങ്ങൾക്ക് ശരിയായ സഹായം ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലും അത് സംബന്ധിക്കുന്ന പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട പോക്രോവേഴ്സ് ബാറ്റിൽ ഇപ്പോ ഈ ബ്രിഗേഡിലുള്ള സൈനികർ മുഴുവനായും അവിടെ മാറി എന്നുള്ളത് മാത്രമല്ല, അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പോലും അറിയില്ല. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഉക്രൈൻ എലൈറ്റ് നാറ്റോ ട്രെയിൻ സോൾജേഴ്സ്. ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായും റഷ്യ ഉക്രൈൻ യുദ്ധം 2022 ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ചത് മുതൽ ആദ്യമായി നാറ്റോ നിലവാരത്തിൽ പരിശീലനം നൽകിയ, നാറ്റോ രാജ്യത്തിൽ വെച്ച് പരിശീലനം കൊടുത്ത സൈനികർ 47th മെക്കാനിസ്റ്റ് ബ്രിഗേഡ്. ഇത് വളരെ പരിചയമുള്ള ഒരു പേരാണ്. ഇതിൽ 2000-2500 സൈനികർ വരെയും ഉണ്ട്. ഇതുപോലുള്ള സൈനികരെ നേരിട്ട് നാറ്റോ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും പരിശീലനം നൽകുകയും ചെയ്യും. നാറ്റോ ആയുധങ്ങൾ ഇപ്പോൾ ഉക്രൈനിൽ അധികമായി വരുന്നുണ്ട്. ഈ ആയുധങ്ങൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, ഒരു യുദ്ധ സാഹചര്യം വരുമ്പോൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കണം, ഇക്കാര്യങ്ങളെല്ലാം ആ 2500 പേർക്കും പരിശീലനം നൽകും. എന്നിട്ട് അവരെ ഉക്രൈനുള്ളിലേക്ക് അയക്കും. അവിടെ ചെന്ന് അവരും മറ്റ് സൈനികർക്ക് പരിശീലനം നൽകും. ഇങ്ങനെ ഇതൊരു സൈക്കിൾ പോലെ തുടരും. ഇത് വെറുതെ പറയുന്നതല്ല. സത്യത്തിൽ അവർക്ക് നൽകുന്ന ആ പരിശീലനം, അതിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും. നാറ്റോ ഗുണനിലവാരത്തിലുള്ള പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷം അവർ ഉക്രൈനിലേക്ക് വരും. ഇന്നുവരെയും പ്രധാനപ്പെട്ട 3 ബ്രിഗേഡ്സ് ഇതുപോലെ ഫ്രാൻസ്, ജർമ്മനി ഇവിടങ്ങളിൽ പരിശീലനം അവസാനിപ്പിച്ച് ഉക്രൈനിലേക്ക് വന്നിട്ടുണ്ട്. 47th മെക്കാനിസ്റ്റ് ബ്രിഗേഡ്, 75th മെക്കാനിസ്റ്റ് ബ്രിഗേഡ്, അതിനുശേഷമുള്ളതാണ് 155 മെക്കാനിസ്റ്റ് ബ്രിഗേഡ്. ശരി, ഇനി ഈ ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് താഴെ വരുന്ന കമാൻഡ്സ് എന്തൊക്കെയാണ്? കാരണം പല പേരുകൾ പറയുന്നുണ്ട്. കമ്പനി എന്ന് പറയുന്നു, ബറ്റാലിയൻ എന്നും പറയുന്നു, ബ്രിഗേഡ് എന്നും പറയുന്നു. അപ്പോ ആർമിയുടെ മുഴുവൻ ഘടന എങ്ങനെയാണെന്ന് നോക്കിയാൽ വളരെ ലളിതമായ ഒരു വിശദീകരണം നൽകാം. സ്ക്വാഡ്, ഇതാണ് ഉള്ളതിൽ വെച്ച് വളരെ ബേസിക് ആയ ലെവൽ. സ്ക്വാഡിനെ സംബന്ധിച്ച് 6 മുതൽ 10 പേരടങ്ങുന്നതാണ് ഒരു സ്ക്വാഡ്. അടുത്ത് 10 മുതൽ 40 സൈനികർ, അതായത് 4 സ്ക്വാഡിനെ ചേർത്ത് പ്ലാറ്റൂൺ എന്ന് വിളിക്കുന്നു. മൊത്തത്തിൽ 200 വരെ സൈനികരുണ്ടെങ്കിൽ അതിനെ ഒരു കമ്പനി എന്ന് പറയുന്നു. അപ്പോ 3 മുതൽ 5 കമ്പനി ചേർന്നതാണ് ഒരു ബറ്റാലിയൻ. ഇതിൽ 1000 പേരോളം ഉണ്ടാകും. മാക്സിമം 3 ബറ്റാലിയൻ ചേർന്നതാണ് ഒരു ബ്രിഗേഡ്. ഇതിൽ 2000-3000 സൈനികർ ഉണ്ടാകും. ഇതാണ് അവരുടെ ബേസിക് കമാൻഡ് സ്ട്രക്ചർ. ഇങ്ങനെ 2500 സൈനികർ വരെയും ഇപ്പൊ ഉക്രൈനു വേണ്ടി ഫ്രാൻസിൽ പരിശീലനം പൂർത്തിയാക്കി 2 മാസത്തിന് മുൻപ് തന്നെ ഈസ്റ്റേൺ ഫ്രണ്ടിലേക്ക് അയച്ചു. അവരുടെ പരിശീലന ക്ലിപ്സ്, അത് സംബന്ധിക്കുന്ന വാർത്തകൾ അധികമൊന്നും പുറത്തു വന്നിട്ടില്ല. വളരെ രഹസ്യമായി തന്നെ ഇവ എല്ലാം സംഭവിക്കുന്നുണ്ട്. പ്രധാനമായും ഇവർക്ക് ഏതെല്ലാം ആക്സസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും അറിയണം. ഇൻഫാൻട്രി ബ്രിഗേഡിന് ടാങ്കിന് ആക്സസ് നൽകില്ല, ആന്റി എയർക്രാഫ്റ്റ് ഓപ്പറേഷണൽ ആക്സസ് നൽകില്ല. അവരുടെ ജോലി ഇൻഫാൻട്രി സംബന്ധിക്കുന്ന രീതികൾ, പരിക്ക് സംബന്ധിക്കുന്ന സൈനികരെ തിരികെ കൊണ്ടുവരിക, റൊട്ടേഷൻ വൈസസിൽ ഷിഫ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രവർത്തനം മാത്രമാണ് അവർക്കുള്ളൂ. എന്നാൽ ഈ മെക്കാനിസ്റ്റ് ബ്രിഗേഡിനെ സംബന്ധിച്ച് അതും നാറ്റോ കൊണ്ടുവരുന്ന ഗുണനിലവാരമുള്ള സൈനികരായതുകൊണ്ട് എലൈറ്റ് ആയുധങ്ങൾക്കുള്ള എല്ലാ ആക്സസും അവർക്ക് നൽകും. അതായത് M1 അബ്രാംസ്, ലെപ്പേർഡ്, ചാലഞ്ചർ, മറ്റ് പല ഹോവിറ്റ്സേഴ്സ്, ഇവയ്ക്കെല്ലാം ഇവർക്ക് ആക്സസ് ഉണ്ടായിരിക്കും. വ്യക്തമായി പറഞ്ഞാൽ 31 ലെപ്പേർഡ് പിരങ്കി ഈ ഒരു മെക്കാനിസ്റ്റ് ബ്രിഗേഡിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ഉള്ളത്. ഇങ്ങനെ കൊണ്ടുവന്ന സൈനികരെ 2 മാസത്തിന് മുൻപ് പോക്രോവേഴ്സ് ഫ്രണ്ടിലേക്ക് അയക്കുന്നു. അവസാനമായി നമ്മൾ പോക്രോവേഴ്സിനെ കുറിച്ച് സംസാരിച്ച വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഉക്രൈന്റെ ബങ്കേഴ്സ് എല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന കോഫി, അതിന്റെ ചൂട് ആറുന്നതിന് മുൻപ് തന്നെ റഷ്യ അവിടം ക്യാപ്ചർ ചെയ്തു. ഇത് ഉക്രൈന് വലിയ തിരിച്ചടിയായി മാറിയെന്നൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത്. അവർ ക്യാപ്ചർ ചെയ്ത ആ ബങ്കർ, അത് 155th മെക്കാനിസ്റ്റ് ബ്രിഗേഡിന്റെ ബങ്കർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് പ്രശ്നമാണ് സംഭവിച്ചത്? ഇവർ ഇത്രത്തോളം എലൈറ്റ് ആയ യൂണിറ്റ് ആണ്, നാറ്റോ പരിശീലനം കൊടുത്ത സൈനികരാണ്. അങ്ങനെ ഉണ്ടായിട്ടും അവർക്ക് അവിടെ എന്താണ് പ്രശ്നം?
എന്തുകൊണ്ട് അവരവിടെ നിന്നും പിന്നിലേക്ക് പോയി? ഈ ഒരു ചോദ്യം വരാം. നമുക്ക് എല്ലാവർക്കും തീർച്ചയായും വരണം. അതിനുള്ള കാരണം ഓരോന്നായി പറയാം. സത്യത്തിൽ അത് കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടും. ഇതിൽ റഷ്യയെ പിന്തുണയ്ക്കുന്നവരായാലും ഉക്രൈനെ പിന്തുണയ്ക്കുന്നവരായാലും ഇങ്ങനെയൊക്കെ യുദ്ധകളത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളത് അറിയുമ്പോൾ തീർച്ചയായും അത് നിങ്ങളെ ഞെട്ടിക്കും. പ്രധാനമായും 4 കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഈ സൈനികർ ആ പ്രദേശം വിട്ട് പിന്മാറാൻ തുടങ്ങിയത്. ഇതിൽ ഉക്രൈന്റെ ജേർണലിസ്റ്റ് തന്നെ അവരുടെ ജേർണലിസം വഴി ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് പോലും അറിയുന്നത്. പ്രധാനമായും ഉക്രൈന്റെ കമാൻഡ് യൂണിറ്റ് പ്രോപ്പറായി അവിടെ ഫംഗ്ഷൻ ആകുന്നില്ല. ഉക്രൈൻ സൈനികർക്ക് ശരിയായ അപ്ഡേറ്റ്സ് ഒന്നും നൽകുന്നില്ല. അവരുടെ അധികാരികളിൽ നിന്നും ശരിയായ കമാൻഡ്സ് വരാതെ അസാധ്യമായ ടാസ്കുകളാണ് അവർക്ക് നൽകുന്നത്. ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. റഷ്യൻ സൈനികർ കൂടുതലുള്ളപ്പോൾ ഞങ്ങൾക്ക് സപ്ലൈസ് ഒന്നും ഇല്ലാതെ ഞങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത ടാസ്കുകൾ ഒരുപാട് നൽകുന്നുവെന്നുള്ള കുറ്റാരോപണം ഒരുപാടുണ്ടായിരുന്നു. അവയെല്ലാം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായി ഞാൻ പറയാം. ഒരു പ്രത്യേക ഗ്രാമം, ആ ഗ്രാമത്തെ റഷ്യ 3-4 ദിവസമായി മൾട്ടിപ്പിൾ ആംഗിളിൽ നിന്നും ആക്രമിക്കുന്നുണ്ട്. ഇതിന് റഷ്യയുടെ ഭാഗത്തു നിന്നും ധാരാളം തന്ത്രങ്ങൾ വരുന്നുണ്ട്. ഉക്രൈനും ഡിഫെൻഡ് ചെയ്യാൻ പല തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോ ഒരു സൈന്യം മുന്നേറി വരികയാണെങ്കിൽ ആ സൈന്യത്തെ ശല്യപ്പെടുത്തുന്നതിന്, അവരുടെ ആ പുരോഗതിയെ തടയാൻ പ്രതിരോധ നിരയിലുള്ള സേന ചെയ്യുന്നത്, അത് ഉക്രൈനായാലും മറ്റാരായിരുന്നാലും അവരിവിടെ ചെയ്യുന്നത് വളരെ ആശ്ചര്യകരമായ ഒരു കടന്നുകയറ്റം അവിടെ നടത്തും. അതായത് യുദ്ധം ഒരു നേർരേഖയിലല്ല സംഭവിക്കുന്നത്. ഇത് ബാറ്റിൽ ഫ്രണ്ട് ആണ്. ഈ വശത്ത് ശത്രുക്കളും ഈ വശത്ത് ഞങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. അവിടെയായി പലരും ഉണ്ടാകും. അവിടെ പീരങ്കികൾ, ഇവിടെ ഇൻഫാൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾസ്, ഇങ്ങനെ വളരെ അപൂർവമായ ഒരു സൈറ്റ് ആയിരിക്കും അവിടെ. ഇതിനെല്ലാം ബ്രേക്ക് ചെയ്ത് ഉക്രൈൻ അകത്തേക്ക് കടന്നാലും റഷ്യ മുന്നേറി വരുന്ന വേഗതയെ തടയാനായി ലാൻഡ് മൈൻസ് അവിടെ സെറ്റ് ചെയ്യും. കൂടാതെ കഴിയുന്നത്ര സൈനികരെ ജീവൻ പണയം വെച്ച് ശത്രു സൈന്യത്തെ കൊല്ലാൻ ശ്രമിക്കും. ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ. ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് 2-3 ദിവസത്തിൽ വീഴും എന്ന് ഉറപ്പുള്ള ഒരു പ്രദേശത്തെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 4-5 ദിവസം നീട്ടാൻ സാധിക്കും. അതുമാത്രമല്ല, ആ സ്ഥലം റീക്യാപ്ചർ ചെയ്യുന്നതിനുള്ള സാധ്യതയും ഉണ്ടാകും. ഇതെല്ലാം ബാക്കപ്പ് ഫോഴ്സസ് ശരിയാണെങ്കിൽ മാത്രം. ഇതുപോലെ ഉക്രൈനിൽ നിന്നും അവരുടെ സൈനികർക്ക് നൽകുന്ന കമാൻഡ് കുറഞ്ഞത് 3-4 കിലോമീറ്ററെങ്കിലും ഒറ്റ രാത്രിയിൽ പെനട്രേറ്റ് ചെയ്ത് പോകണമെന്നുള്ളതാണ്. നിങ്ങൾ ആ സ്ഥലം പിടിച്ചെടുത്തോ ഇല്ലയോ അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ 3 കിലോമീറ്ററെങ്കിലും അകത്തേക്ക് നുഴഞ്ഞു കയറുകയും റഷ്യയുടെ സ്ട്രോങ് ഹോൾസ് എല്ലാം നശിപ്പിക്കുകയും ചെയ്യണം. ഇതാണ് അവർക്ക് നൽകിയ കമാൻഡ്. ഇത് എത്രത്തോളം വലിയൊരു ടാസ്ക് ആണെന്ന് അറിയണ്ടേ? ഇത് ചെയ്യാൻ കഴിയില്ല എന്നല്ല പറയുന്നത്. എന്നാൽ അതിനനുസരിച്ചതുപോലുള്ള ആയുധ ശക്തിയും സൈനിക ശക്തിയും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവർ വിചാരിക്കുന്ന കാര്യം അവിടെ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ ഈ ബ്രിഗേഡിനെ മാത്രം ആശ്രയിച്ച് 60 ദിവസത്തിലധികമായി പോക്രോവേഴ്സ് യുദ്ധത്തിൽ അവർ ഏർപ്പെടുന്നുണ്ട്. അതിലിവർക്ക് സംഭവിച്ച നഷ്ടങ്ങൾ 450 പട്ടാളക്കാർ ഇതുവരെ മരിച്ചു എന്നും പറയുന്നു. ഇവയെല്ലാം ഇവരുടെ അന്വേഷണത്തിലാണ് മനസ്സിലായത്. 2500 എലൈറ്റ് സൈനികർ ഉണ്ട്. എന്തായാലും ഈ 2500 പേരെയും ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുപോയി നിർത്തില്ല. ഒരു പകുതി കണക്കെടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു 80% അകത്തേക്ക് അയച്ചു. 450 പേർ അതിൽ നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇത് ഉള്ളതിൽ വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഉക്രൈൻ സൈനികരുടെ ധാർമ്മിക പിന്തുണയാണ്. ഫോഴ്സ്ഡ് മൊബിലൈസേഷൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ചിന്തിക്കാം. ഇപ്പൊ ഉക്രൈൻ ആയാലും റഷ്യ ആയാലും ഒരാളെ നിർബന്ധിച്ച് അകത്തേക്ക് അയച്ച് അവർ യുദ്ധം ചെയ്ത് അതുവഴി വിജയം ലഭിക്കും എന്നുള്ള ഒരു സങ്കല്പത്തിലാണുള്ളത്. പക്ഷെ അത് ഉക്രൈൻ വലിയൊരു തിരിച്ചടിയെ മാറിയിട്ടുണ്ട്. ഈ 1000 പേർ പെട്ടെന്ന് അപ്രത്യക്ഷരായി, അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്നേ അറിയില്ല. ഉക്രൈൻ ഇപ്പോൾ ആ ബ്രിഗേഡിനെ പൊളിക്കാൻ പോകുന്നു എന്നും പറയുന്നു. ഈ 1000 പേരും യുദ്ധമേ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, ഞങ്ങൾക്കിങ്ങനെ പതിയെ പീഡനം അനുഭവിച്ച് മരിക്കുന്നതിനേക്കാളും അസാധ്യമായ ദൗത്യങ്ങൾ നൽകി സമ്മർദ്ദം ചെലുത്തി ഞങ്ങൾ മരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്കായിട്ടുള്ള വിധി ഞങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാം എന്ന് ചിന്തിച്ച് ഈ ആർമഡ് ഫോഴ്സിൽ നിന്നും അവർ പിന്മാറി. മൂന്നാമത്തെ കാര്യം, അവർക്ക് ആവശ്യമായ ടെക്നിക്കൽ എക്യുപ്മെന്റ്സിലുണ്ടായ ഫോൾസ് ആണ്. ഇവർക്ക് ട്രെയിനിങ് നൽകുന്ന എക്യുപ്മെന്റ്സ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ട്രൂപ്സിന് ഫ്രണ്ട് ലൈനിൽ അതേ രീതിയിലുള്ള ആയുധങ്ങൾ നൽകുന്നു. അതുപയോഗിക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആയുധങ്ങൾ അവിടെ ശരിയായി പ്രവർത്തിക്കാതെ അത് കാരണം ഉക്രൈന് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നാലാമതായുള്ളത് സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. അവസാനമുള്ളത് ഉക്രൈൻ സൈനികരുടെ തെറ്റല്ല, റഷ്യയുടെ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് കൗണ്ടർ ഒഫൻസീവ് ആണ്.
റഷ്യയെ സംബന്ധിച്ച് ഇന്നലെ റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. ഒറ്റ ദിവസത്തിൽ ശരാശരി 30 ചതുരശ്ര മീറ്ററാണ് മുന്നേറി പോകുന്നത്. ഞങ്ങളുടെ സൈനികരെ സംബന്ധിച്ച് ഇന്ന് വരെയും ഇല്ലാത്ത രീതിയിൽ വളരെ വേഗത്തിൽ ആക്രമണ സ്വഭാവത്തോടുകൂടി അകത്തേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ എതിരെ വരുന്ന ഉക്രൈൻ സൈനികർക്ക് അതൊരു മാനസിക പ്രശ്നം സൃഷ്ടിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഒരു വശത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ശരിയായ സൗകര്യം ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ശക്തിയുണ്ട്, എന്നാൽ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള മികച്ച ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സൈന്യത്തിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളപ്പോൾ അത് മാനസികമായി നിങ്ങളെ വല്ലാതെ ബാധിക്കും. അതുപോലെ ഒരു പ്രശ്നം ഉക്രൈനിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഈയൊരു ബ്രിഗേഡ് ഇപ്പൊ പോക്രോവോസിനെ വിട്ട് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഉക്രൈൻ ആ ബ്രിഗേഡിനെ പൊളിച്ചു മാറ്റുന്നത് വീണ്ടും ഈ ഒരു ഒഫൻസീവിനെ റഷ്യക്ക് അനുകൂലമാക്കി മാറ്റാൻ പോവുകയാണ്. നാറ്റോ കാരണം സൃഷ്ടിച്ച ഒരു എലൈറ്റ് ബ്രിഗേഡ് ഇത്രത്തോളം എളുപ്പത്തിൽ വീഴുമോ, അല്ലെങ്കിൽ ഇത്രത്തോളം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല. നമ്മളെല്ലാം ഉക്രൈൻ നേരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തിയാലും സമയം കിട്ടുമ്പോൾ ഇവർക്ക് നൽകിയ പരിശീലനം നിങ്ങളൊന്ന് അറിയണം. എല്ലാം ടഫസ്റ്റ് ട്രെയിനിങ് ആയിരിക്കും. അങ്ങനെ നൽകിയ യൂണിറ്റ്സ് ഇത്രയും പെട്ടെന്ന് തകർന്നു എന്നുള്ളപ്പോൾ കേൾക്കാൻ തന്നെ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉക്രൈനെ സംബന്ധിച്ച് അവരുടെ വിധി എന്താണെന്ന് അറിയില്ല. ഈ യുദ്ധം എങ്ങനെ അവസാനിക്കും എന്നും അറിയില്ല. ഇതിനിടയിലാണ് ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ നടക്കുന്നത്. ഇത് ഉക്രൈനെ തീർച്ചയായും അടുത്തൊരു 20-30 വർഷത്തേക്ക് മനഃശാസ്ത്രപരമായി വളരെ വലിയ രീതിയിൽ ബാധിക്കും. അവരുടെ സൈനികരെ മോറൽ ബൂസ്റ്റും വലിയ രീതിയിൽ തകരും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.